ഹലോ, ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കാർഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഞാൻ വളരെ ഇൻട്രസ്റ്റോട് കൂടി പിൻട്രസ്റ്റിൽ തപ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കത്തുന്ന കാർഡ് കണ്ടത്. എന്നാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. നല്ലൊരു ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പരാക്രമങ്ങളൊന്നും നിങ്ങൾ കാണിക്കേണ്ട കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്താൽ മാത്രം മതി. എൻ്റെ കയ്യിലത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കിട്ടിയ റെഡ് ലേബലിൻ്റെ ബോക്സ് കട്ട് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്. ആ എഴുത്തും കുത്തുമൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ഇതാണ് കാർഡിൻ്റെ ഉൾഭാഗം. അപ്പോൾ പുറമേ കൊടുത്തിരിക്കുന്ന കളറിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളർ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മുടെ മെസ്സേജ് എഴുതേണ്ടത്. പിന്നെ ഈ ഫ്രണ്ടിൽ വെക്കേണ്ട പീസിൽ ഞാൻ എന്തിനാ ഇങ്ങനെ കട്ട് ചെയ്തേന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ മേല. മര്യാദയ്ക്ക് വല്ല സ്ക്വയറോ റെക്ടാങ്കിളോ കട്ട് ചെയ്തേച്ചാൽ മതിയായിരുന്നു. അവസാന നിമിഷത്തിലാണ് ഞാൻ ഓർത്തത് എന്തായാലും ഫയറല്ലേ, എന്നാൽ പിന്നെ ഒരു ഫയർ പ്ലേസ് സെറ്റ് ചെയ്യാമെന്ന് കരുതിയത്. അതൊരു വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി. ആ ടിഷ്യൂവിൽ വരച്ച് വെച്ചേക്കുന്നത് ഞാൻ വിറകാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് എന്താ കണ്ടപ്പോൾ തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിനൊരു ഫയർ പ്ലേസിന് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് പേന കൊണ്ട് ഇഷ്ടിക പോലെയൊക്കെ ഒന്ന് വരച്ച് റെഡ് കളറൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സീക്രട്ട് മെസ്സേജ് എഴുതി പുറമേ അതങ്ങ് ഒട്ടിച്ചാൽ മാത്രം മതിയായിരുന്നു. വലിയ കാര്യത്തിൽ ഒട്ടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ സീക്രട്ട് മെസ്സേജ് ഞാൻ എഴുതിയില്ല എന്ന സത്യം. എന്നതാണേലും കെട്ടിയതിന് കൊടുക്കുന്നതിന് മുന്നേ ഞാനത് ഓർത്തു. അത് കാരണം പിന്നെ എല്ലാം ഒന്നും കൂടി ഒന്ന് അയച്ചു പണിത് സീക്രട്ട് മെസ്സേജൊക്കെ എഴുതി സെറ്റാക്കി. പിന്നെ അടുത്ത ടെൻഷൻ ആ ടിഷ്യൂ മാത്രം കത്തിക്കാൻ ഉദ്ദേശിച്ചിട്ട് അവസാനം വീട് നിന്ന് കത്തുവോ എന്നുള്ളതായിരുന്നു. അപ്പം നമുക്ക് ഈ കാർഡ് കെട്ടിയതിന് കൊടുക്കാം. വൗ, സക്സസ്! എന്നതാണെങ്കിൽ കിട്ടിയതിന് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.